നല്ല ടേസ്റ്റാണ്. അപ്പോൾ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കാതെ വിഷമില്ല, ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്, ജൈവ രീതിയിൽ ഉണ്ടാക്കുന്ന തക്കാളി. തക്കാളി എല്ലാം നല്ല പഴുത്ത് തുടുത്ത് കിടക്കാണ്. ഇത് കണ്ടോ, അത് വലിയ തക്കാളി, ഹെവി സൈസ്. ഓരോ തക്കാളിയിലും 10-100 തക്കാളി വീതം വെച്ചിട്ടുണ്ട്. എൻ്റെ പൊക്കമാണ് തക്കാളി. ഇതിനൊക്കെ ഒരു രഹസ്യമുണ്ട്. അത് ഇങ്ങോട്ട് നോക്കിക്കേ, തക്കാളിയെല്ലാം നല്ല പഴുത്ത് കൊലകൊലയായിട്ട് ഓരോ മൂട്ടിലും 50 ഒക്കെ വെച്ച് തക്കാളികളുണ്ട്. പിന്നെ വെയിലിൻ്റെയൊക്കെ കൊണ്ട് ചെറിയതായിട്ട് വാട്ടമൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മറയൊന്നും കൊടുത്തിട്ടില്ല. അതുണ്ടോ, എല്ലാത്തിലും പഴുത്ത് കിടക്കുകയാണ്. പഴുത്തുണ്ടോ, കൊലകൊലയായിട്ട് കിടക്കുകയാണ്. ഇതുണ്ട്, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആനക്കൊമ്പൻ വഴുതനങ്ങ എന്ന് പറയും. നല്ല നീളമാണ്. നമ്മളിത് ആദ്യത്തെ ഒരു റൗണ്ട് വിളവെടുപ്പ് കഴിഞ്ഞു, ശേഷമുള്ളതാണ്. ശരത്തെത്തിയപ്പോഴത്തേക്ക് ഇച്ചിരി താമസിച്ചു പോയി. അപ്പോൾ ആദ്യത്തെ വിളവൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. വഴുതനങ്ങയുടെ നീളം കണ്ടു, ഇത് നല്ല നീളം വെക്കുന്ന വഴുതനങ്ങയാണ്. ഇത് നീല വഴുതനങ്ങ. ഇതിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ വിളവെടുത്തതിന് ശേഷമുള്ളതാണ്. ഇത് കണ്ടോ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രാജീവേട്ടൻ്റെ കൃഷിത്തോട്ടം കാണാനാണ്. ഈ ടെറസിന്റെ മുകളിൽ ഫുള്ളായിട്ട്, അതായത് സ്ഥലമില്ലാത്തവർക്ക് എങ്ങനെ ടെറസിന്റെ മുന്നിൽ കൃഷി ചെയ്ത് ജൈവ രീതിയിൽ വിളവെടുക്കുക എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ രാജീവേട്ടൻ. അദ്ദേഹം ടെറസിന്റെ മണ്ണിൽ മനോഹരമായ രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. അതിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിനുള്ളത്. എങ്ങനെ ജൈവ രീതി കൃഷി ചെയ്യാം, അതിന്റെ കാര്യങ്ങളെക്കുറിച്ചും വിത്തുകളെക്കുറിച്ചും അതിന്റെ വളങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം, അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലേക്ക് പോവാം. ഇതേപോലെ വിളവ് ലഭിക്കുന്നതിന് മുന്നിലുള്ള രഹസ്യം രാജീവേട്ടൻ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അത് കേൾക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോകണം. ഇതേപോലെയുള്ള കാർഷിക അറിവുകൾ ഇനിയും നമ്മുടെ ചാനലിലും കൃഷി ഇഷ്ടപ്പെടുന്ന വീഡിയോസും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഗുണപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് ഇനിയും നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അന്നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം, വിശേഷങ്ങൾ കാണാം. നമസ്കാരം, എൻ്റെ പേര് രാജീവ്. ആലപ്പുഴ ജില്ലയിൽ കായംകുളം പുള്ളിക്കണക്കിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ളതാണ് നമ്മളിവിടെ പരീക്ഷിച്ച് വിജയിച്ചത്. നമ്മൾ നേരത്തെ മുതൽ കൃഷി ചെയ്യുന്നുണ്ട്. ഗ്രോ ബാഗിനകത്തിലാണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പം കുറേ നാളിന് ശേഷം നമുക്കിത് പൊടിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പിന്നെ അതിൻ്റെ വേസ്റ്റും ഒക്കെ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പ്രാവശ്യം ആ രീതി ഒന്ന് മാറ്റിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രമ്മിനകത്തിലാണ് കൃഷി ചെയ്തത്. ഈ ഡ്രമ്മാണ് ഇത്. തറയോടൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ നിന്ന് നമ്മൾ മേടിച്ചതാണ്. അവിടെ കെമിക്കൽ വരുന്ന ബോക്സാണ് ഇത്. മേടിച്ച് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് മുകൾ ഭാഗം നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം ഈ ട്രിമ്മിൻ്റെ അടിഭാഗത്തൊരു 3 കിഴുത്ത് ഇട്ടിരുന്നു. കിഴുത്ത് ഇട്ടിട്ട് അടിഭാഗത്ത് നമ്മൾ ഒരു ലെയർ കല്ലും ഓടും ഒക്കെയാണ് ഇട്ടത്. കാരണം വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം വാർന്ന് കിഴുത്തിൽ കൂടെ പോകാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ശേഷം ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് തികച്ചും നാടൻ പശുവിൻ്റെ ചാണകമാണ്. ചാണകം വെയിലത്തിടാതെ തണലിൽ ഇട്ട് ഉണക്കി ആ ചാണകവും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ട്രമ്മിൻ്റെ പകുതി മാത്രമേ നമ്മൾ മണ്ണ് നിറച്ചിട്ടുള്ളൂ. വേറെ ഒരു വളവും നമ്മൾ ഇതിന് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ മോൾ ഭാഗത്തായിട്ട് ഒരു ലെയർ കരിയിലയും നമ്മൾ ഇട്ടിരുന്നു. അതാണ് ഈ കാണുന്ന വിളവിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള രഹസ്യം. ഇത് വളരെ എളുപ്പം തന്നെ കിളിക്കുകയും അതേപോലെ ശരിക്കും വിളവ് നമുക്ക് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ മുകളിലേക്ക് കിളിച്ചു പോവുകയാണ്. എൻ്റെ പൊക്കമൊക്കെ വന്നിട്ടുണ്ട് തക്കാളി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല വിളവ് ഈ പ്രാവശ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷരഹിതമായ പച്ചക്കറി നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ ഫാമിലി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്തപ്പോൾ അതിനകത്തൊരു സന്തോഷമുണ്ട്. വിളവ് ലഭിക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് വിളവൊക്കെ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമൊന്നും വളരെ വലുതാണ്. അപ്പോൾ നമ്മുടെ വീടുകളിലെല്ലാം നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പ്രയാസമില്ലാതെ ചെയ്യാം. കാരണം രാവിലെ വൈകിട്ടും വെള്ളം മാത്രമേ ഇത് നട്ടതിന് ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ യാതൊരു വിധമായ കഷ്ടപ്പാടും ഇതിൻ്റെ പുറത്തില്ല. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. നിങ്ങൾക്ക് എല്ലാം സ്ഥലമില്ലെന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ട്രിമ്മ് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ ഇത് കുറച്ച് ലോങ്ങിലാണ് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഗ്രോ ബാഗ് ആകുമ്പോൾ പൊടിഞ്ഞു പോകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് കുറച്ച് ലാസ്റ്റ് ചെയ്യും. നമുക്കിത് പിന്നീട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മളിവിടെ നട്ടിരിക്കുന്നത് തക്കാളി, അതേപോലെ വഴുതനം, ആനക്കൊമ്പൻ വഴുതനം. ഒരുപാട് നമ്മൾ വിളവെടുത്തു. അപ്പോൾ ശരത്ത് എത്തിയപ്പോഴത്തേക്ക് ഇച്ചിരി താമസിച്ചു പോയി. കുറേ നമ്മൾ വിളവ് എടുത്തിരുന്നു ഇതിൽ നിന്ന്. അപ്പോൾ ആനക്കൊമ്പൻ വഴുതനമാണിത്. ഇത് കണ്ടോ, ഈ വഴുതനത്തിൻ്റെ ഒന്ന് കാണിച്ചു. ഈ വഴുതനത്തിൻ്റെ നീളം കണ്ടോ, നല്ല നീളം വരും. ഇത് കുറച്ചുകൂടെ വലുതാവും. കാരണം ഇതിനൊക്കെ നമ്മൾ വിളവെടുത്തിട്ടുണ്ട്. ശരിക്കും ഉണ്ടായിരുന്നു ഇതിനകത്ത്. കണ്ട് ഇതുണ്ട്. ഒരു മൂട്ട തന്നെ ഒരുപാട് പിടിക്കും. ഇതൊക്കെ നല്ല നീട്ട് വരുന്ന വഴുതനയാണ് ഇത്. ശരിക്കും നല്ല നീട്ട് വരും. പിന്നെ അതേപോലെ തന്നെ നമ്മളിത് അതേപോലെ തന്നെ ഈ
തൈ നമ്മൾ വാങ്ങിയത് കായംകുളത്തുള്ള ഒരു നഴ്സറിയിൽ നിന്നാണ്. ഹൈബ്രിഡ് തൈയാണ് നമ്മൾ വാങ്ങിയത്. അതുകൊണ്ടായിരിക്കും ഇത്രയും നല്ല പൊക്കത്തിൽ ഇത് കിളിക്കുന്നത്. ഒന്നിനും പ്രത്യേകിച്ച് കേടുകളൊന്നും വന്നിട്ടില്ല. പിന്നെ വെയിലിൻ്റെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. വെയിലിന് നമ്മൾ പ്രത്യേകിച്ച് മറവൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇലയൊക്കെ ഇച്ചിരി വാടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ കൂടുതൽ ഇവിടെ ചെയ്യാനായിട്ട് വിചാരിക്കുകയാണ്. ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തതാണ്. പക്ഷെ അത് നല്ല വിജയം കണ്ടു. അപ്പോൾ അടുത്തത് നമ്മൾ ഈ ടെറസ് മുഴുവൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ട്രെമ്മിനകത്ത് നമുക്ക് പച്ചക്കറി മാത്രമല്ല, ഫലവൃക്ഷങ്ങളും വാഴയൊക്കെ തന്നെ നമുക്ക് നടാൻ പറ്റും. പരീക്ഷണാർത്ഥത്തിൽ ടിഷ്യൂ കൾച്ചറിന് ഒരു വാഴയെ നമ്മളിവിടെ നട്ടിട്ടുണ്ട്. നോക്കിയാൽ നല്ല രീതിയിൽ കിളിക്കുന്നുണ്ട്. നോക്കി അത് ഇതിന് ഞാലിപ്പൂവനാന്ന് തോന്നുന്നില്ലേ? ടിഷ്യൂ കൾച്ചറിന് നമ്മൾ വാങ്ങിയതാണ് ആ നഴ്സറിയിൽ തന്നെ. ഇതിന് പകുതി മണ്ണേ നമ്മൾ നിറച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയും കിളിക്കുന്നതനുസരിച്ച് നമ്മൾ മണ്ണും വളവും കൂടെ ഒക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ പകുതി ചീരയൊക്കെ നട്ടിട്ടുണ്ട്. ചീര വിളവെടുത്തു, 2 റൗണ്ട് വിളവെടുത്തു. അത് ഇടവിളയായിട്ട് നമ്മൾ ചീര ഇതിന്റെ കൂടെ കൃഷി ചെയ്യുന്നുണ്ട്. ടെറസിന്റെ മുകളിലൊക്കെ ധാരാളം കൃഷി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല കരുത്തോടെ കൂടി കിളിച്ചു വരികയാണ്. ചീര നട്ടിരുന്നത്, ചീര നല്ലപോലെ നമ്മൾ വിളവെടുത്തു കഴിഞ്ഞു. ഇതൊക്കെ ഇപ്പം 3ാമത്തെ റൗണ്ട് തണ്ടിൽ നിന്ന് കിളിച്ചു വരുന്നതാണ്. ഇത് മുളകാണ്, നമ്മുടെ മുളകുണ്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മൊത്തം നടാനുള്ള ട്രിമ്മ് കിട്ടിയില്ല. അപ്പോൾ ബാക്കി ഗ്രോ ബാഗ് അധികം ഇരുന്നതിനകത്തിലൊക്കെ നമ്മൾ ആ മണ്ണ് തന്നെ നട്ട് നല്ല വിളവ് ലഭിക്കുന്നുണ്ട്. ഇതല്ലേ ഇതും കാന്താരി, വെള്ളക്കാന്താരി കാന്താരിയാണ്. ഇതെല്ലാം നമുക്ക് ടെറസിന്റെ മുകളിൽ തന്നെ ചെയ്യും. ഇതൊക്കെ വിളവ് എടുത്തു കഴിഞ്ഞാണ്. നല്ല രീതിയിൽ ഇത് കിളിച്ചു വരുന്നുണ്ട് ഇല്ലേ? അത് മണ്ണിന്റെയാണ്, നാടൻ പശുവിന്റെ ചാണകമാണ് നമ്മൾ മെയിനായിട്ട്. മണ്ണ് എത്ര ഇടും ഇത്? മണ്ണ് സാധാ മണ്ണും നാടൻ പശുവിന്റെ ചാണകം ഉണക്കിയും കൂടെ മിക്സ് ചെയ്താണ്. പിന്നെ ഒരു ലെയർ കരിയില കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലൊന്ന് കാണിച്ചു ഇതുണ്ടോ ആ മണ്ണിന്റെ. ഇത് നീലവഴുതനങ്ങയാണ്. ഇതിലൊക്കെ ചായപ്പൊടി പോലെ ഇരിക്കുവോ ഇല്ലേ? ഇത് ഇഷ്ടം പോലെ നമ്മൾ വിളവെടുത്തിട്ടുണ്ട് ഇതിനൊക്കെ. ഇത് നീലവഴുതനങ്ങയാണ്. നീലവഴുതനങ്ങ. ഇതും എല്ലാം ഇങ്ങനെ 1 by 1 ആയിട്ട് ഓരോ വിളവിലുള്ളതുണ്ട് ഇല്ലേ? ഒറ്റ മൂടാണ് ഇത്. കണ്ടോ, ഒറ്റ മൂടാണ്. നല്ല കഴുത്തോട്ട് പിടിച്ചിരിക്കുന്ന ഒറ്റ മൂടാണ്. ആ മണ്ണിന്റെ ഒരു ഇതാണ്. എല്ലാ ദിവസവും വിളവെടുക്കാനുള്ള പച്ചക്കറി ഉണ്ടല്ലേ ഇപ്പം? ഉണ്ട്. ചെറിയ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫാമിലിക്ക് നല്ല രീതിയിൽ പച്ചക്കറി നമ്മുടെ ടെറസിന്റെ മേളിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും മനസ്സ് വേണമെന്ന്. ഇതുണ്ടല്ലേ? ഇതെന്തോ കോളിഫ്ലവർ ആണ്. കൃഷി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, കൃഷി ചെയ്യാൻ സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാതൃകയാക്കുക. ഡ്രം യൂസ് ചെയ്ത് ടെറസിൻ്റെ മുകളിൽ നല്ല സൂര്യപ്രകാശമുള്ളിടത്ത് നല്ല പച്ചക്കറി തൈകൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇതുമാതിരിയുള്ള വിളവ് നമുക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങളും എൻ്റെ ഈ വീഡിയോ കണ്ട് പ്രചോദനപ്പെട്ട് ഒന്ന് ചെയ്യുകയാണെങ്കിൽ എന്നെ കൂടെ അറിയിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. നമ്മളിത് വിളവെടുക്കാൻ പോവാണ്. പഴുത്ത് ഇരിക്കുക. നല്ല നാടൻ തക്കാളി, നല്ല ഹെവി തക്കാളിയാണല്ലേ. 50 ഗ്രാം വരുന്ന തക്കാളിയാ. ആണ്ട് ഉണ്ടോ? ഇതൊക്കെ എടുത്തു ഉള്ളിയൊക്കെ അപ്പുറത്തേക്ക് എടുത്തു. വിളവെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മൾ കൃഷി ചെയ്തിട്ട് നമ്മളിങ്ങനെ വിളവെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയാൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് അനുഭവിച്ചറിഞ്ഞവർക്കേ അത് അറിയുള്ളൂ. കാരണം നല്ല വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി നമുക്ക് കഴിക്കാൻ പറ്റും. വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഇങ്ങനെ വിളം കൊണ്ട് എടുക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ഉണ്ടോ? തക്കാളി ഇത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും, കുറെ നാൾ കിടക്കുകയും ചെയ്യും. നല്ല ഉറപ്പാണ്, നല്ല ഉറപ്പും നല്ല ടേസ്റ്റുമാണ് ഈ തക്കാളിക്കേക്ക്. നമ്മൾ വീട്ടിൽ കണ്ടിട്ട് തന്നില്ലേ, ഒന്നും വേണ്ട, നമുക്ക് ഞാൻ തുടച്ചിട്ട് നമുക്കിങ്ങനെ കടിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കാതെ വിഷമില്ല, ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്, ജൈവ രീതിയിൽ ഉണ്ടാക്കുന്ന തക്കാളി. ഇതിപ്പം പൊട്ടാണ്, പൊട്ടല്ലേ വിളഞ്ഞു വരുന്നത്, നല്ലപോലെ വലുപ്പം വെക്കുക ആണല്ലേ. ഇപ്പം ശരത്തിന് തോരൻ വെക്കാനുണ്ടെന്ന് വിളവെടുത്ത്. ഓക്കെ, വാ. എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ കൃഷി വീഡിയോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരിലേക്കും ഒക്കെ അയച്ചു കൊടുക്കുക.
നിങ്ങളും ഇതിനു വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്താണ് കൃഷി ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് കഴിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് പറഞ്ഞറിയാൻ സാധിക്കത്തില്ല. അതാണ് ഓരോ കർഷകർക്കും പിന്നെയും പിന്നെയും കൃഷി ചെയ്യാനുള്ള പ്രചോദനമായിട്ട് വന്നിരിക്കുന്നത്. രാജീവേട്ടനെ മാതൃകയാക്കിക്കൊണ്ട്, അദ്ദേഹം ഒരു ബ്ലോഗർ കൂടിയാണ്, അദ്ദേഹത്തെ കൂടെ മാതൃകയാക്കിക്കൊണ്ട് നിങ്ങൾ ഈ രംഗത്തേക്ക് കടന്നു വരിക. നമ്മുടെ നാട്ടിൽ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം നടത്തുക. ഓരോരുത്തരും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വിപണിയിൽ കുതിച്ചുയരുന്ന വിലയെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും വണക്കം. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.